എന്നാ പിന്നെ നിന്റെ ഫ്രണ്ടിനോട് വന്ന് വാങ്ങാൻ പറ. മോള് ചെല്ല്. உடல் மாற்றி நுழைந்து விட்டு ஏனோ ஏனேனோ ஏதோ ஆவேனோ உயிரூற்றி அனுப்பி வைத்தேன். ബ്രോ, ആ ഫോൺ എന്റെയാ, തരുവോ? ഇല്ല. ഓ പ്ലീസ്, എനിക്ക് പോണം. ആദ്യം പോയി അതിൽ വൃത്തിയാക്കാൻ സഹായിക്കും, പിന്നെ ഞാൻ തരാം. വിട്ടോ. കിട്ടിയില്ലേ നന്ദു? ഇല്ല, അവരെ സഹായിക്കാൻ പറഞ്ഞു, എങ്കിലേ തരുള്ളൂന്ന്. എങ്കി വാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ അവർ ഓരോരുത്തരായി വൃത്തിയാക്കിയ ശേഷം പോകാൻ തുടങ്ങി. മീരയും അലീനയും ഫോൺ എടുക്കാൻ അവിടെ തന്നെ നിന്നു. നന്ദു, എന്നാ നമുക്ക് പോയാലോ? എല്ലാരും പോയില്ലേ? ആ പോകാം. അല്ല, ആനന്ദ് ബ്രോ എവിടെ? അയ്യോ, ഇവിടെ കാണുന്നില്ലല്ലോ. ഇനി പുറത്തേക്കെങ്ങാനും പോയി കാണും. നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും. അവരെ കണ്ട ആനന്ദ് കയ്യിലിരിക്കുന്ന ഫോൺ എടുത്തു. അപ്പോഴാണ് അവൻ ആ വാൾപേപ്പർ ശ്രദ്ധിച്ചത്. അന്നു, ആനന്ദ് ബ്രോ എന്റെ ഫോൺ അല്ലേ നോക്കുന്നേ? അതെങ്ങനെ? നിന്റെ ഫോൺ ലോക്കല്ലേ? അല്ല, വീഡിയോ എടുക്കാൻ ഞാൻ ഫോൺ ലോക്ക് മാറ്റിയാ കൊടുത്തേ. അതിൽ അങ്ങേര് കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ കുഴപ്പമില്ല. നീ എന്താ അവിടെ നിക്കുന്നേ? എന്റെ കൂടെ നടക്കുന്നു. ഇനി ഞാൻ വന്നാലേ ആ ഫോൺ നിനക്ക് കിട്ടില്ല. നീ ചെല്ലുന്നെന്തോ. നിനക്ക് എല്ലാത്തിനും ഒരു വാല് വേണോ? വേണ്ട. നീ ഏത് പെർഫ്യൂമാ യൂസ് ചെയ്യുന്നേ? പെർഫ്യൂമോ? ഇല്ലല്ലോ. പക്ഷെ നീ അടുത്ത് വരുമ്പോ എനിക്ക് കൈൻഡ് ഓഫ് ഒരു ജാസ്മിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ടല്ലോ. അതൊരു എണ്ണയാ. ഓ, ക്യാൻ ഐ സ്മെൽ ഇറ്റ്? വേണ്ട. എനിക്ക് വേണമെങ്കിൽ നീ എന്ത് ചെയ്യും? നീ ഇതുവരെ ഫോൺ കൊടുത്തില്ലേ? കൊടുത്തു. സോറി മീര, ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷെ പേടിക്കണ്ട, റോഡ് നല്ല ക്ലിപ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടുമ്പോ ഞാൻ അയച്ചു തരാം. നിന്റെ നമ്പർ താ. ഓക്കെ, ശരി, സെറ്റാക്കാം. ശരി ബ്രോ. അപ്പൊ നാളെ നന്നായി ഡാൻസ് കളിക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ജീവ ബ്രോ. എന്നെ ചേട്ടായിന്ന് വിളിച്ചോ. ഈ ജീവ ബ്രോ ഒരു സുഖമില്ല. അപ്പൊ ഞാൻ നീ വിളിച്ചോ? ഈ ചേട്ടായി കുറച്ച് ക്ലീശയല്ലേ? ആണോ? അതെ, വളരെ. അപ്പൊ ഞാൻ ജീവാന്ന് വിളിക്കാം. അയ്യടി, നീ ബ്രോന്ന് തന്നെ വിളിച്ചാ മതി. ഓ, ആയിക്കോട്ടെ. എന്നാ പിന്നെ വിട്ടോ. എന്തായിരുന്നു ഇവിടെ? എന്ത്? അല്ല, ആ ലീനിയ അവിടെ നിർത്തി നീ മീരയോടൊപ്പം. അത് അവൾക്ക് ഫോൺ കൊടുത്തു, അത്രേ ഉള്ളൂ. നീ അവളോട് അവിടെ നിക്കാൻ പറഞ്ഞെന്ന് അലീന പറഞ്ഞല്ലോ. അത് പിന്നെ എന്താ നിന്റെ മനസ്സ്? എന്താ? ഒന്നുമില്ല. നീ ആ മരിയെ നോക്കുന്നു പറഞ്ഞിട്ട്? ഓ, അവള് പെട്ടെന്നൊന്നും വളയില്ല. ഇച്ചിരി പണിയെടുക്കണം. നിനക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പോരഞ്ഞിട്ടാണോ ഇനി നീ അങ്ങോട്ട് പോകുന്നത്? ഇത്രയും കാലം പണിയെടുക്കാതെ കിട്ടി, ഇനി കുറച്ച് പണിയെടുത്ത് നോക്കട്ടെ. അസുഖം അറിയണമല്ലോ. ഓ, അപ്പൊ മീര ഫ്രീ അല്ലേ? എന്തിനാ? നീ നോക്കുന്നുണ്ടോ? ഇപ്പോഴില്ല, പിന്നീട്. അറിഞ്ഞിട്ടെന്തിനാ? ജനറൽ നോളജ് നീ പറയുന്നുണ്ടോ ജീവ? അങ്ങനെയൊന്നും ഇല്ല ദേവ, എനിക്ക് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി. നിനക്കേ അവൾ ആദ്യം പട്ടിക്കാടായിരുന്നല്ലോ. എനിക്ക് നിന്നെ ശരിക്കും അറിയാം. നിന്റെ പതിവ് സ്വഭാവം വെച്ച് നീ അവളോട് സംസാരിക്കുകയോ അടുത്തിരിക്കുകയോ ചെയ്യാൻ ഒരു ചാൻസും ഇല്ല.
അതുകൊണ്ട് ചോദിച്ചതാ. ഓ, ഞാൻ അവളോട് സ്വീറ്റ് ടോക്ക് ഒന്നും ചെയ്തില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ഫൺ ടീസിങ് ഹർ, അത്രേ ഉള്ളൂ. നന്ദു, ജിയോ ബ്രോയ്ക്ക് നിന്നോട് എന്തോ ഉണ്ടെന്ന് തോന്നല്ലോ. ഏയ്, എനിക്ക് തോന്നിയില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നി. നിനക്ക് വെറുതെ തോന്നിയതാ, അങ്ങനെയൊന്നുമില്ല. ഇന്നാണ് പ്രോഗ്രാം ഡേ. എല്ലാവരും അതിന്റെ തിരക്കുള്ളാണ്. ആര്യ, നീ ദേവയെ കണ്ടോ? അവൻ ഗ്രൗണ്ടിലുണ്ട്. അവരോട് ആ പിള്ളേർ ഒരുങ്ങുന്ന സ്ഥലം ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാം ഇന്നലെ തന്നെ റെഡിയാടാ. പക്ഷെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? ഞാൻ അവനോട് പറയാം. ലൂക്കയോടും പറ, അവനും അവിടെ ഉണ്ടാവും. ഇവിടുന്ന് ഞാൻ എങ്ങനെ ഡ്രസ്സ് മാറാ? ജനലാകെ പൊട്ടിയിരിക്കുകയാണല്ലോ. ഞങ്ങളുടെ മുറിയിലേക്ക് വാ നന്ദു. ഇതുകൊണ്ടാന്ന് തോന്നുന്നു ഇവരാരും ഈ റൂം യൂസ് ചെയ്യാതെ പോയത്. ഈശ്വരാ, ഇവിടെ മൊത്തം തിരക്കാണല്ലോ. സോറി അലീന, നീ വേറെ മുറി ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേറെ 3 പേരെ കയറ്റി. ഇപ്പൊ തന്നെ ഈ റൂം ഫുള്ളാ. നീ അപ്പുറത്തെ റൂമിലൊന്ന് ചോദിക്കോ? ഒരു മുറി സീനിയേഴ്സിനുള്ളതാ, അവര് സമ്മതിക്കില്ല. ലാസ്റ്റ് മുറി ചോദിക്കാവേ. ഷോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവരൊരു മുറിയും കൂടെ അറേഞ്ച് ചെയ്യാതെ. നീ എന്തായാലും ആ പഴയ മുറി തന്നെ പോയിരിക്കെ, ഞാൻ വരാം. ചേച്ചി, അതെ, ഞങ്ങളെയും കൂടെ ഏതെങ്കിലും ഒരു മുറിയിലൊന്ന് സെറ്റാക്കി തരുമോ ചേച്ചി? നോക്കല്ലീന, എനിക്കിപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ അവിടെ എല്ലാം ശരിയാക്കാൻ വന്നപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? സോറി ചേച്ചി, ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയി വരാൻ. എന്താ ലീന എവിടെ? നീ ഒരുങ്ങുന്നില്ലേ? നിന്റെ പ്രോഗ്രാം ആദ്യമല്ലേ? അത് ബ്രോ, ഞങ്ങൾ വന്നപ്പോൾ അല്പം ലേറ്റ് ആയി. ഒരു മുറി പോയപ്പോ ജനല് പൊട്ടിയിരിക്കുവാ. ആ മുറിയിൽ ഡ്രസ്സ് മാറാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങള് വേറെ 3 മുറിയിലും ചോദിച്ചു. അവരവിടെ എല്ലാം സെയിമാ. ഒരു മുറിയിലാണെങ്കിൽ സീനിയേഴ്സാ. ഞങ്ങൾ ആരും അകത്തേക്ക് കയറ്റുന്നില്ല. ഞങ്ങൾക്ക് ഡ്രസ്സ് മാറണം. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിക്കുമായിരുന്നു. മരിയ, ഇവർ നമ്മുടെ ജൂനിയേഴ്സ് അല്ലേ? എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണേ ഇവർ നമ്മുടെ അടുത്തേക്കാ വരിക. അപ്പൊ അത് പരിഹരിക്കേണ്ടത് ഇവരാണോ നമ്മളല്ലേ? അതിനെ താമ്പാ. മരിയ, ചെല്ല്, തന്റെ ഡ്യൂട്ടി നടക്കട്ടെ. ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഈ ജീവയ്ക്ക് വട്ട. ഇവിടെ ആരും ഇല്ലേ? ആഹാ, മാഡം ഒറ്റയ്ക്കാന്ന് തോന്നുന്നു.